സർക്കാർ രൂപീകരണം വൈകുന്നത് സംസ്ഥാനത്തെ ഭരണ നടപടിക്രമങ്ങളെയും ബാധിക്കുന്നു. സർക്കാർ ചുമതലയേൽക്കാത്തതിനാൽ SSLC പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം രൂപപ്പെട്ടു കഴിഞ്ഞു. സാധാരണഗതിയിൽ ഫലം പ്രഖ്യാപിക്കുന്നത് വകുപ്പ് മന്ത്രിയാണ്. നിലവിൽ വകുപ്പ് സെക്രട്ടറി സ്ഥാനത്തും ഉദ്യോഗസ്ഥരില്ലാത്തത് പ്രതിസന്ധിയാണ്. വെള്ളിയാഴ്ചയാണ് ഫലം പ്രഖ്യാപിക്കേണ്ടത്. നാളെ ചേരുന്ന പരീക്ഷാ ബോർഡ് യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. പരീക്ഷയിൽ മാത്രമല്ല ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റത്തിലും പാഠപുസ്തക വിതരണത്തിലും പ്രതിസന്ധിയാണ്. മഴക്കാല പൂർവ്വ ശുചീകരണവും പാളിയെന്നാണ് വിവരം. ഹാൻസ് ജോൺ നൽകിയ വിശദാംശങ്ങൾ. ഹാൻസ്, ഈ SSLC പരീക്ഷ ഈ വെള്ളിയാഴ്ച വളരെ കുറഞ്ഞ ദിവസം മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഫലം കാത്ത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഭരണനിർവഹണത്തിലെ ഈ പ്രതിസന്ധി, ഈ പരീക്ഷ ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങളിൽ വലിയ പ്രതിസന്ധി രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെ ഇതിനിപ്പോൾ മറികടക്കാൻ കഴിയും? ഇനിയിപ്പോൾ പരീക്ഷാഫലം അന്തിമമായി നീണ്ടുപോകാനുള്ള സാധ്യത എന്തെങ്കിലും മുന്നിലുണ്ടോ? അരുണ്യ പറഞ്ഞതുപോലെ തന്നെയാണ്. മെയ് 4-നാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നത്. പക്ഷേ ഇതുവരെയും മന്ത്രിസഭ രൂപീകരിക്കാനോ സർക്കാർ രൂപീകരിക്കാനോ ഭൂരിപക്ഷം ലഭിച്ച UDF-ന് ഇതുവരെയും സാധിച്ചിട്ടില്ല. കോൺഗ്രസിൽ ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ചർച്ച പുരോഗമിക്കുക മാത്രമാണ് ചെയ്തത്. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചതിന് ശേഷം വേണം മന്ത്രിസഭ രൂപീകരിക്കുക. അതിനുശേഷമേ കൃത്യമായ ഒരു ഭരണനിർവഹണത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയുള്ളൂ. പക്ഷേ ഇതിനോടകം തന്നെ ഭരണമാറ്റത്തോടുകൂടി വലിയ രീതിയിലുള്ള പ്രതിസന്ധി സർക്കാർ സംവിധാനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് SSLC പരീക്ഷാഫലവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഈ കഴിഞ്ഞ ഇടത് സർക്കാർ മെയ് 15-ന് SSLC പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അന്നേ ദിവസം തന്നെ ഇനിയിപ്പോൾ SSLC പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയാണ്. സാധാരണഗതിയിൽ വകുപ്പ് മന്ത്രിയാണ് SSLC പരീക്ഷാഫലം പ്രഖ്യാപിക്കാറ്. അദ്ദേഹമില്ലെങ്കിൽ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥരായിരിക്കും പ്രഖ്യാപിക്കാറ്. പക്ഷേ ഇനിയിപ്പോൾ ആര് പ്രഖ്യാപിക്കും എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തത വരുത്താൻ അല്ലെങ്കിൽ അതിലൊരു തീരുമാനം സ്വീകരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന് കഴിഞ്ഞിട്ടില്ല. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇത്തരത്തിൽ പരീക്ഷാഫലം പുറത്തുവിടണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വകുപ്പ് ഉദ്യോഗസ്ഥരോ ആണോ ഈ പരീക്ഷാഫലം പുറപ്പെടുവിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം സ്വീകരിക്കുക നാളെ ചേരുന്ന പരീക്ഷാ ബോർഡ് യോഗത്തിന് ശേഷമായിരിക്കും. വകുപ്പ് മന്ത്രിയില്ല, അതിനോടൊപ്പം തന്നെ വകുപ്പ് സെക്രട്ടറിയും നിലവിലില്ലാത്ത അവസ്ഥയാണ് വിദ്യാഭ്യാസ വകുപ്പിലുള്ളത്. സമാനമായ സാഹചര്യം മറ്റ് വകുപ്പുകളിലുമുണ്ട്. ഈ ഫയൽ നീക്കത്തിലടക്കം വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ നാളെ പരീക്ഷാ ബോർഡ് യോഗം ചേർന്നതിന് ശേഷമായിരിക്കും മറ്റേതെങ്കിലും തീയതിയിലേക്ക് പരീക്ഷാഫലം പ്രഖ്യാപിക്കണോ അല്ലെങ്കിൽ അന്നേ ദിവസം തന്നെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോ അല്ലെങ്കിൽ അത്തരത്തിൽ ഉന്നതതല ഉദ്യോഗസ്ഥരാരെങ്കിലും പരീക്ഷാഫലം പ്രഖ്യാപിച്ചാൽ മതിയോ എന്നുള്ളൊരു അന്തിമ തീരുമാനത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് എത്തുക. 4,17,000-ലധികം വിദ്യാർത്ഥികളാണ് ഈ SSLC പരീക്ഷാഫലം കാത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിൽ തീയതി മാറ്റിവെക്കുകയാണെങ്കിൽ +1 പ്രവേശനത്തെ അടക്കം അത് വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിക്കും. അതേസമയം ഈ ഭരണമാറ്റത്തെ തുടർന്ന് വലിയ രീതിയിലുള്ള കൂട്ട സ്ഥലമാറ്റവും ഈ സർക്കാർ സംവിധാനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഉദ്യോഗസ്ഥർക്ക് യാതൊരു വിധത്തിലുള്ള അറിയിപ്പും നൽകാതെയാണ് ഇത്തരത്തിൽ കൂട്ട സ്ഥലമാറ്റം ഉണ്ടാകുന്നതടക്കമുള്ള ആരോപണങ്ങൾ ഈ പശ്ചാത്തലത്തിൽ ഉയരുന്നുമുണ്ട്. അരുണ്യ, ഹാൻസ് ജോണാണ് വിശദാംശങ്ങൾ നൽകിയത്.